ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു E4E7. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ. വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളും അവർ നൽകിയിട്ടുള്ള സംഭാവനകളും എന്നത്. +2 ഡിഗ്രി ലെവലൊക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെത്തിയ യൂറോപ്യന്മാരും അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ. ഈ ടോപ്പിക്കാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോർച്ചുഗീസ് അധിനിവേശം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ എന്ന് പറയുന്നത് പ്രധാനമായും 4 യൂറോപ്യൻ ശക്തികളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യ കത്തോലിക്ക മതവിഭാഗക്കാർ. പ്രത്യേകം ശ്രദ്ധിക്കണം, കടൽ മാർഗമാണ് ആര് ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്? പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച ഏത് മതവിഭാഗക്കാർ? കത്തോലിക്ക മതവിഭാഗക്കാർ. പോർച്ചുഗീസുകാർ ഏത് മതവിഭാഗക്കാരായിരുന്നു? കത്തോലിക്ക മതവിഭാഗക്കാരായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ്. നമ്മുടെ കേരളത്തിലെ കൊച്ചിയാണ് പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം. പിന്നീട് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. 463 വർഷമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ളത്. 463 വർഷം എന്ന് പറയുന്ന നേരം 1498, അതായത് വാസ്കോഡ ഗാമ ഇവിടെ എത്തിയ വർഷം, ആ വർഷം മുതൽ 1961 വരെ ആരിവിടെ ഭരണം നടത്തിയിട്ടുണ്ട്? പോർച്ചുഗീസുകാർ ഭരണം നടത്തിയിട്ടുണ്ട്. അവരാണ് അവസാനമായിട്ട് തിരിച്ചു പോയിട്ടുള്ള യൂറോപ്യന്മാരെന്നും പറയുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത്, ഇപ്പം നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നതിന് കോറിയിടാണ് ചെയ്യുക. പാറയുടെ മുകളിലൊക്കെ കോറിയിടാണ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. ജെയിംസ് കോറിയ. ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത് ജെയിംസ് കോറിയയാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത്, നമുക്കറിയാം, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. നേരത്തെ പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ ശക്തി എന്നാണ് ചോദ്യമെങ്കിൽ അത് അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ ശക്തി അറബികൾ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1628 വർഷം ഓർമ്മിച്ചു വെക്കുക. 1628 പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ചിട്ടുള്ള തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി. ഇനി നേരെ തിരിച്ചും ചിലപ്പോൾ ചോദ്യം വരാം. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത് എന്ന ചോദ്യവും വരാം. അതെന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച്, കേരളത്തിലുള്ള പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ് രചിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനം നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനം നൽകിയ ഇന്ത്യൻ പ്രദേശം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ബോംബെ ദ്വീപ് എന്നാണ്.
പള്ളി നിർമ്മാണത്തിൽ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ അവതരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ഒരുപാട് യൂറോപ്യന്മാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ പോർച്ചുഗീസുകാരാണ് ഏത് മാതൃക ഇന്ത്യയിൽ അവതരിപ്പിച്ചത്? പള്ളി നിർമ്മാണത്തിൽ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണെന്ന് മനസ്സിലാക്കുക. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവയും ദാമൻ ദിയുമാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളെന്ന് പറയുന്നത്. അടുത്തായി നമുക്ക് പോർച്ചുഗീസ് വൈസ്രോയ്മാർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പോർച്ചുഗീസ് വൈസ്രോയ്മാർ. ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദ്യം വന്ന ഏരിയയാണ് പോർച്ചുഗീസ് വൈസ്രോയ്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. നമുക്ക് പരിചയപ്പെടാം പോർച്ചുഗീസ് വൈസ്രോയ്മാരെ. ഒന്നാമതായിട്ട് വാസ്കോഡ ഗാമ. എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് വാസ്കോഡ ഗാമ എന്ന് അല്ല, ഒന്നാമതായിട്ട് ഇവിടെ എത്തിയ ആളാണ് വാസ്കോഡ ഗാമ. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എന്തായിട്ട് മാറിയത്? പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് മാറിയത്. ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ഇവിടെ എത്തിയ ആളായതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വാസ്കോഡ ഗാമയെ കുറിച്ച് പറയുന്നത്. ആദ്യമായി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ വ്യക്തി ആരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ അദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. എന്നാൽ കരമാർഗം ആദ്യമായി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരൻ എന്ന് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേര് പറയാം? പെറോഡ കോവിൽഹയാണ് കരമാർഗം ആദ്യമായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസുകാരൻ. അപ്പോൾ വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. ലിസ്ബണിൽ നിന്ന് 1497 പോർച്ചുഗീസിലെ ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമ യാത്ര തിരിച്ചിട്ടുള്ളത്. മാനുവൽ ഒന്നാമൻ പോർച്ചുഗീസ് രാജാവായിരുന്നു. ഇമ്മാനുവൽ ഒന്നാമൻ എന്നും പറയാം. മാനുവൽ ഒന്നാമൻ പോർച്ചുഗീസ് രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമ യാത്ര തിരിച്ചിട്ടുള്ളത്. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്നാണ് മാനുവൽ ഒന്നാമൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ ഒന്നാമനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട്, അതായത് പന്തലായനി ബീച്ചിൻ്റെ പേര് ഓർമ്മിച്ച് നോക്കുക. പന്തലായനി ബീച്ച് ചേമഞ്ചേരി പഞ്ചായത്തിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയിട്ടുള്ളത്. കടൽ മാർഗമാണെന്ന് പറയുമ്പോൾ കപ്പലിറങ്ങിയത് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയിട്ടുള്ളത്. കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ എവിടെ എത്തിയിട്ടുള്ളത്? കേരളത്തിൽ കാപ്പാട് എത്തിയിട്ടുള്ളത്. ആ കപ്പൽ വ്യൂഹത്തിലെ മറ്റ് കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ എന്നിവ. 1499 അദ്ദേഹം തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങി. എന്നാൽ വീണ്ടും രണ്ടാമതായിട്ട് 1502 കേരളത്തിൽ എത്തി. ആദ്യമായി എത്തിയത് ഏത് വർഷമാണ്? 1498 ആദ്യമായി കേരളത്തിലെത്തിയത്. രണ്ടാമതായിട്ട് കേരളത്തിലെത്തിയത് 1502. വാസ്കോഡ ഗാമയോട് കച്ചവടത്തിൽ എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയായിരുന്നു സാമൂതിരി. 1524 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വീണ്ടും അദ്ദേഹം എവിടെ എത്തി? കേരളത്തിൽ തിരിച്ചെത്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി. 1498 ആദ്യമായിട്ട് എത്തിയത്. രണ്ടാമതായിട്ട് എത്തിയത് 1502. മൂന്നാമതായിട്ട് എത്തിയത് 1524. ഇതേ വർഷമാണ് ഇദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് ഭൗതിക ശരീരം 1539 പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രണ്ടാമതായിട്ട് 1539 അടക്കം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. വാസ്കോഡ ഗാമ എന്ന പേരിൽ ഗോവയിൽ ഇന്നൊരു സ്ഥലം നിലവിൽ ഉണ്ട്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ വ്യക്തിയാണ് പെട്രോ അൽവാരസ്റ്റ് കബ്രാളാണ് 1500 വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് എവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് അൽവാരസ്റ്റ് കബ്രാളാണെന്ന് മനസ്സിലാക്കാം.
അടുത്ത പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിൽ നീലജല നയം ആവിഷ്കരിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇന്ത്യയിൽ നീലജല നയം ആവിഷ്കരിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അടുത്ത വൈസ്രോയാണ് അൽബുക്കർക്ക്. 1509 പോർച്ചുഗീസ് വൈസ്രോയായി മാറി. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. അപ്പോൾ അൽ ഒക്കെ കൂട്ടി പറയുന്ന ഒരു വെയിറ്റ് ഒക്കെ തോന്നില്ലേ? അപ്പോൾ അതാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. ശക്തനായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അൽബുക്കർക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചത്. എന്താണ് മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള വിവാഹമാണ് മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അങ്ങനെ ഒരു സമ്പ്രദായം ആരംഭിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് ആൻസർ? അൽബുക്കർക്കാണെന്ന് മനസ്സിലാക്കുക. 1503 മാനുവൽ കോട്ട സ്ഥാപിച്ചത്. മാനുവൽ കോട്ട 1503 വർഷം ഓർത്തിരിക്കുക. 1503 മാനുവൽ കോട്ട സ്ഥാപിച്ചത്. മാനുവൽ കോട്ട സ്ഥാപിച്ചത് അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ്. 1510 ഗോവ പിടിച്ചടക്കിയത്. 1510 ആരുടെ കയ്യിൽ നിന്ന്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചടക്കിയത്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച വൈസ്രോയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഒരുപാട് ആക്രമണങ്ങളും പിടിച്ചെടുക്കലൊക്കെ അൽബുക്കർക്കാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് പറയുന്നു? ശക്തനായിട്ടുള്ള വൈസ്രോയി എന്ന് പറയുന്നു. ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നു. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചു, ഗോവ പിടിച്ചെടുത്തു. ഗോവയെ തലസ്ഥാനമാക്കിയതും ആരെന്നെയാണ്? അൽബുക്കർക്കിനെയാണെന്ന് മനസ്സിലാക്കാം. പോർച്ചുഗീസുകാർ നൽകിയിട്ടുള്ള സംഭാവനകളാണ് അടുത്തതായിട്ട് പറയുന്നത്. ചവിട്ട് നാടകം, ക്രിസ്തീയ കലാരൂപമായിട്ടുള്ള ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. പള്ളി നിർമ്മാണത്തിൽ യൂറോപ്യൻ മാതൃക അവതരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ആരാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത്. കൊച്ചിയിലാണ് ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കാം. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ചത് കേരളത്തിലെ സ്ഥലങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ചത്? കൊച്ചിയിലും വൈപ്പിനിലുമാണ് പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ചിട്ടുള്ളത്. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, വറ്റൽമുളക്, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് 1505 അൽമേഡയാണ്. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷം ഓർത്തിരിക്കുക, 1505 അൽമേഡ. കണ്ണൂരിലാണ് സെന്റ് ആഞ്ചലോസ് കോട്ട എന്നും മനസ്സിലാക്കുക. സ്ഥലം ഓർത്തിരിക്കുക, കണ്ണൂരിലാണ്. 1505 അൽമേഡയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് 1566 ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? പോർച്ചുഗീസുകാരാണ് 1566 അച്ചടിശാല സ്ഥാപിച്ചിട്ടുള്ളത്. പറങ്കി കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയാണ് തോമസ് കോട്ട. പറങ്കി കോട്ട എന്നറിയപ്പെടുന്ന കോട്ട തോമസ് കോട്ടയാണ്. തങ്കശ്ശേരി, കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിലാണ് പറങ്കി കോട്ട അഥവാ തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കോട്ടപ്പുറം കോട്ട. തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ചാലിയം കോട്ട കോഴിക്കോട് ചാലിയം കോട്ട നമ്മുടെ സാമൂതിരിയും അതേപോലെ തന്നെ കുഞ്ഞാലി മരക്കാരുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞാലി മരക്കാരുടെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വരും ദിവസങ്ങളിൽ ചെയ്യാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് മാനുവൽ കോട്ട പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മറ്റു പേരുകളാണ് ആയിക്കോട്ട, അഴീക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട എന്നിങ്ങനെയാണ് മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയും ഏത് തന്നെയാണ്? മാനുവൽ കോട്ട തന്നെയാണ്. പോർച്ചുഗീസുകാരുമായി ഒപ്പുവെച്ച സന്ധികളാണ് അടുത്തത് പറയാൻ പോകുന്നത്. കണ്ണൂർ സന്ധി 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. വർഷം ഓർത്തിരിക്കുക 1513. പൊന്നാനി സന്ധി 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലാണ് 1540 പൊന്നാനി സന്ധി ഒപ്പുവെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയാനുള്ളത്. വരും ക്ലാസ്സുകളിൽ മറ്റു യൂറോപ്യൻ ശക്തികളെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.